ചോളത്തിലൂടെ ഇന്ത്യക്ക് പണി നൽകാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. അതായത് ചോളം നൽകിക്കൊണ്ട് ഇന്ത്യക്കാരെ തീർക്കുക, കൊല്ലുക എന്ന് തന്നെയാണ് ലക്ഷ്യം. എന്താണ് സംഭവം? അമേരിക്കയുടെ കൊമേഴ്സ് സെക്രട്ടറി ഹവാർഡ് ലുട്നിക് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം ഒരു പരാതി പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ നമുക്ക് അമേരിക്കയ്ക്ക് വേണ്ടി സകലതും ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊട്ടിയിടുന്നു. പക്ഷെ തിരിച്ച് ഒരു ബുഷേൽ ചോളം പോലും വാങ്ങുന്നില്ല. ഈ ബുഷേൽ എന്ന് പറഞ്ഞ ഒരു അളവാണ്. ഈ ഡ്രൈ ഉണങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ അത് ഡ്രൈ ഫ്രൂട്ട്സ് ആകാം, എന്തും ആകാം, അതിൻ്റെ അളവുകോലാണത് ബുഷേൽ എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 25 കിലോയ്ക്ക് അടുത്ത് വരും. അത്രയും ഒരു ചോളം പോലും ഞങ്ങളുടെ ഇന്ന് വാങ്ങുന്നില്ല. അദ്ദേഹം പറയുന്നത്, അതായത് ഇന്ത്യ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് സകല ആനുകൂല്യവും പറ്റുന്നു, പക്ഷെ തിരിച്ച് ഇന്ത്യയിലോട്ടൊന്നും വിൽക്കാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ വിപണി തുറന്നു തരുന്നില്ല എന്ന് പരാതിപ്പെടുന്നു. അവർ ഞങ്ങൾക്കെല്ലാം വിൽക്കുന്നു, പക്ഷേ മറ്റുള്ള എല്ലാത്തിനും താരിഫ് ഏർപ്പെടുത്തി മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വിൽക്കുന്നത് തടയുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെ അമേരിക്കയെ പരിഗണിക്കുന്നു അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും നിങ്ങളെ പരിഗണിക്കുന്നത്. അത് അംഗീകരിക്കുക. ഒന്നെങ്കിൽ ഡോളറിനെ അംഗീകരിക്കുക, അമേരിക്കയെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ രാജ്യവുമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണോ അത് അനുഭവിക്കാൻ തയ്യാറാകുക. ഒന്നുകിൽ നിങ്ങൾ ഡോളറിനെ അംഗീകരിക്കുക, അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോഴുള്ള 50% താരിഫ് അത് അനുഭവിക്കുക. അത് എത്ര നാൾ നീണ്ടുപോകുമെന്ന് കണ്ടറിയണം. പിന്നെ ഇപ്പോൾ അദ്ദേഹം ഈ ചോളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു ബുഷയിൽ ചോളം പോലും ഇന്ത്യ വാങ്ങാൻ തയ്യാറാകുന്നു. അപ്പോൾ ഈ ചോളം അമേരിക്ക, ഇത്രയും വലിയ സമ്പന്നമായ രാജ്യമായ അമേരിക്ക ഇന്ത്യക്ക് ചോളം വിൽക്കാത്തതിൽ വലിയ പരാതിപ്പെടുന്നു. അപ്പോൾ ഈ ചോളം ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണ് അമേരിക്കൻ ചോളത്തിന് ഇത്ര കുഴപ്പം, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? നിലവിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ചോളം വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ കാരണം അമേരിക്കയിലെ ചോളം എന്ന് പറയുന്നത് ജനറ്റിക്കലി മാറ്റം വരുത്തിയ, ജനിതക പരിവർത്തനം വരുത്തിയ ചോളമാണ്. ഇപ്പോൾ ഈ ജനിതക പരിവർത്തനം വരുത്തിയ ചോളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇന്ത്യ ജനിതക പരിവർത്തനം വരുത്തിയ ചോളത്തിൻ്റെ കൃഷിയോ അതിൻ്റെ ഉപയോഗമോ അതിൻ്റെ ഇറക്കുമതിയോ അനുവദിക്കുന്നില്ല. നിയമപരമായി തന്നെ അതിന് അനുമതി കൊടുത്തിട്ടില്ല. അതിന് കാരണങ്ങളുണ്ട്. ഇനി എന്തുകൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് ചോളം വിൽക്കാൻ വേണ്ടി ഇത്ര പെടാപ്പാട് പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടി പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അതായത് നേരത്തെ ചൈനയിലേക്കാണ് അമേരിക്കൻ ചോളം കാര്യമായി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അമേരിക്ക ആദ്യം വ്യാപാര യുദ്ധം തുടങ്ങിയത് ചൈനയുമായിട്ടായിരുന്നു. അപ്പോൾ കണ്ടമാനം ഈ അമേരിക്കൻ ചോളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ വന്നു. കാര്യം ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ച് വിലക്ക് ഏർപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ ചോളം അമേരിക്കൻ വിപണിയിൽ തന്നെ കെട്ടിക്കിടന്നു. അപ്പോൾ ഇത് കാരണം പല കർഷകരും പാപ്പരായി, പലരുടെയും കടം കിട്ടാക്കടമായി, പലർക്കും ഏതാണ്ട് ഈ ബാങ്ക് ലോണുകൾ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയായി. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് അതിനെ അവർ വിലയിരുത്തിയത്. കാരണം അമേരിക്കയിൽ ഈ കൃഷി എന്ന് പറയുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ്റെ ജീവിതോപാധിയാണെങ്കിൽ, അമേരിക്കയിലൊക്കെ കൃഷി നടക്കുന്നത് ഏറിയ പങ്കും വലിയ കമ്പനികളുടെ കീഴിലാണ്. വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി നടക്കുന്നത്. അതായത് ഒരു ഫാക്ടറി ഉൽപ്പന്നം എന്ന പോലെയാണ് അവിടെ ഓരോ കാർഷിക ഉൽപ്പന്നവും ഉണ്ടാക്കപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അമേരിക്കയിലെ ജനിതക പരിവർത്തനം വരുത്തിയ ചോളം അത് ഇന്ത്യ വേണ്ടെന്ന് വെക്കുന്നു നേരത്തെ തന്നെ. അത് എന്തുകൊണ്ട് എന്നുള്ളതിനെ നമ്മുടെ പണ്ട് കാലത്ത് പറഞ്ഞാൽ കുറേ അങ്ങ് പോകണ്ട, ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ അല്ലെങ്കിൽ അതേപോലെയുള്ള പരിസ്ഥിതി സംഘടനകളെല്ലാം ഈ ജനിതക പരിവർത്തനം വരുത്തിയ കാർഷിക ഇനങ്ങൾക്കെതിരെ വലിയ സമരം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ നമുക്കൊന്നും അതെന്താണെന്ന് കൃത്യമായി മനസ്സിലായിരുന്നില്ല, എന്തുകൊണ്ട് ഇവർ ഇതിനെതിരെ സമരം ചെയ്യുന്നു. ഇപ്പോൾ BT വഴുതന, ഇപ്പോൾ മാരാരിക്കുളത്തൊക്കെ തോമസ് ഐസക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിനെതിരെ വലിയ പ്രതിഷേധം നടന്നു. അതിന് വലിയ വഴുതനങ്ങ ഫെസ്റ്റ് വരെ അവിടെയൊക്കെ നടത്തിയിരുന്നു. അപ്പോഴും നമുക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ എന്താണ് ഈ BT ജനിതക പരിവർത്തനം വരുത്തിയ ഇത്തരം സാധനങ്ങൾ കൊണ്ട് എന്താണ് കുഴപ്പം? 2 കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, ഇത് അന്ധക വിത്താണ്. അതായത് ഈ സാധനം വാങ്ങി അതിൻ്റെ വിത്തെടുത്ത് മുളപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സാധനം വ്യാപകമായി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ വിത്തുണ്ടാകില്ല. നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള വിത്ത് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നശിച്ചു പോകും. നമ്മൾ ഈ BT സാധനങ്ങൾ മാത്രം വാങ്ങി അവരൊരു പാക്കറ്റിൻ്റെ അതാക്കി ഇതിൻ്റെ വിത്തിങ് വരും, അത് കൃഷി ചെയ്യും, അതിൻ്റെ വിളവെടുക്കും. അതിനപ്പുറം നമ്മുടെ സ്വന്തം വിത്തുകൾ ഇല്ലാണ്ടാകും. അതൊന്ന്.
രണ്ടാമത്തെ കാരണമാണ് ഏറ്റവും ഗുരുതരമായ സംഗതി. ഈ ജനിതക പരിവർത്തനം വരുത്തിയ സംഗതികൾക്കൊക്കെ അതിൻ്റെ ഘടനാപരമായ വ്യത്യാസമുണ്ട്. അതിൻ്റെ DNA എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിൻ്റെ ജനിതക പരിവർത്തനത്തിലൊക്കെ, ജനിതക ഘടനയിലൊക്കെ വലിയ മാറ്റമുണ്ട്. ഇത് നമ്മുടെ മനുഷ്യരിലും ജന്തുജാലങ്ങളിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആന്തരികമായിട്ട് ഏതെങ്കിലും തരത്തിൽ രോഗം നൽകുന്നതായിരിക്കും, അല്ലെങ്കിൽ അലർജി പോലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളിത് കേൾക്കുമ്പോൾ അത് വെറുതെ ഒരു തള്ളുന്നതല്ലേ, ഇതിനെക്കുറിച്ച് ഇത്തരത്തിൽ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൊക്കെ മുമ്പ് കവലപ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞ വാചകങ്ങൾക്കപ്പുറം ഇതിൽ വാസ്തവം ഉണ്ടോ എന്ന് നമുക്കൊരു ചോദ്യം ഉയരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംശയം എത്തി നിൽക്കുന്നത് നമ്മുടെ ലണ്ടൻ കിങ്സ് കോളേജ്, അതിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ ആൻഡ് മോളിക്കുലാർ ജെനറ്റിക്സ്, ആ വിഭാഗത്തിലെ അതായത് ആ വകുപ്പ് മേധാവി ഡോക്ടർ മൈക്കൽ ആന്റോണിയോ, അദ്ദേഹം 35 വർഷമായി ഈ മേഖലയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം കണ്ടെത്തിയ ചില നിഗമനങ്ങൾ പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ജനിതക പരിവർത്തനം വരുത്തിയ സാധനങ്ങൾ അത് കഴിക്കുന്നതിലൂടെ നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഈ നമ്മുടെ ജനിതക പരിവർത്തനം വരുത്തിയ വിത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഗ്ലൈഫോസേറ്റ് ബേസ്ഡ് ഹെർബിസൈഡ്സ് ഉള്ള സാധനമാണ്. അപ്പോൾ എന്താണ് ഈ ഗ്ലൈഫോസേറ്റ് ബേസ്ഡ് ഹെർബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ, കീടപ്രതിരോധ ശേഷി. നമ്മൾ സാധാരണ ഒരു കാർഷിക ഇനം നട്ടു വളർത്തിക്കഴിഞ്ഞാൽ കീടങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ കീടബാധ ഒഴിവാക്കാനായിട്ട് കീടനാശിനി തളിക്കും. പക്ഷേ ജനിതക പരിവർത്തനം വരുത്തിയ പല വിത്തിനങ്ങൾക്കും അത് സ്വന്തമായി ഉണ്ട്. കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള കീടനാശിനി അല്ലെങ്കിൽ അതിനുള്ള ശേഷി ആ വിത്തിൽ തന്നെ നമ്മൾ ചേർത്ത് വെച്ചേക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ആ വിത്തിൻ്റെ അകത്ത് കീടനാശിനി ഉണ്ട് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുകൂടാതെ ഇവര് നമ്മുടെ മെക്സിക്കോ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം കാരണം മെക്സിക്കോ സർക്കാർ ആ സമയത്ത് ഈ ജനിതക പരിവർത്തനം വരുത്തിയ ചോളം ഇറക്കുമതി ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആ സമയത്താണ് ഇവര് മെക്സിക്കൻ സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുത്തത്. അവർ പറയുന്നത് ഈ ജനിതക പരിവർത്തനം വരുത്തിയ ഈ ഇനങ്ങളിൽ ടോക്സിക് ഏജൻസ് ഉണ്ട്. ടോക്സിക് എന്ന് വെച്ചാൽ വിഷം എന്നാണ് അർത്ഥം. നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷമയമുള്ള പല സംഗതികളും ഈ ജനിതക പരിവർത്തനം വരുത്തിയ സാധനങ്ങളിലുണ്ടാകും. അത് നമുക്ക് ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഏറ്റവും പ്രശ്നം ഇതിലൊക്കെ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസ്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ കീടങ്ങളെ സ്വയം പ്രതിരോധിക്കാനായിട്ട് ഉള്ള കീടനാശിനി അല്ലെങ്കിൽ ഇത് വിത്തിനോടൊപ്പം തന്നെ അത് സ്വയം ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷി, അതെല്ലാം ഈ സംഗതികൾക്കുണ്ട്. അതുമൂലം നമ്മുടെ DNA, അത് നമ്മൾ ഈ വാങ്ങുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഈ വസ്തുവിൻ്റെ DNA തന്നെ പരിവർത്തനം ചെയ്തതാണ്. അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്ത് ഒരുപാട് രാസവ്യതിയാനങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമായി തീരേക്കാം. അതുമാത്രമല്ല ഈ സംഗതികളൊക്കെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പരിശോധനയോ പഠനമോ ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ഈ സാധനങ്ങൾ ഇപ്പം മനുഷ്യരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ജനിതക പരിവർത്തനം വരുത്തിയ ചോളം ഒരു പക്ഷേ നമ്മൾ കന്നുകാലികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാനായിരിക്കും വാങ്ങുന്നതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ആ മൃഗങ്ങൾക്ക് ലിവർ, കിഡ്നി തുടങ്ങിയവയ്ക്കൊക്കെ തകരാറ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കാം. അതിന് ഒരുപാട് അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പിന്നെ ഇവരൊരു പരീക്ഷണാർത്ഥം ഈ അനുവദനീയമായ അളവിൽ അതായത് ഇതേപോലെ രാസഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ജനിതക പരിവർത്തനം വരുത്തിയ ചോളം ഇവരൊരു എലിക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊടുത്തു. പക്ഷേ ആ എലിയുടെ ലിവർ അടിച്ചുപോയി ഈ പരീക്ഷണശാലയിൽ. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഈ ചോളം ഇറക്കുമതി ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ എഥനോൾ നിർമ്മാണം വ്യാപകമായി നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്കല്ലാണ്ട് പെട്രോളിൽ ചേർക്കാനുള്ള എഥനോൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നമുക്ക് ധാന്യങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത കണ്ടിട്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഇന്ത്യയിലോട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ ചോളം വാങ്ങുന്നില്ല എന്ന നിലപാടെടുക്കുന്നത്. പക്ഷേ അങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ കാലാകാലങ്ങളിൽ എടുത്തിരുന്ന നിലപാട് അത് മാറ്റേണ്ടി വരും. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിയും വരും.